Dear students, our chapter many parts, one computer. A computer has four main parts. ഒരു കമ്പ്യൂട്ടറിന് പ്രധാനമായും 4 ഭാഗങ്ങളാണുള്ളത്. ഫസ്റ്റ് വൺ CPU. This is the main parts of a computer. This also known as the brain of computer. ഒരു കമ്പ്യൂട്ടറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് CPU. ഇത് കമ്പ്യൂട്ടറിന്റെ തലച്ചോർ എന്നും അറിയപ്പെടുന്നു. കാരണം ഇവിടെയാണ് കമ്പ്യൂട്ടറിന്റെ എല്ലാ പ്രധാന പ്രവർത്തനങ്ങളും നടക്കുന്നത്. ഇതിന്റെ സ്റ്റോറിംഗ് കപ്പാസിറ്റി, മറ്റു കാര്യങ്ങൾ, നമ്മൾ ചെയ്യുന്ന എല്ലാ വർക്കുകളും എത്തുന്നതും അവയെല്ലാം പ്രോസസ് ചെയ്യുന്നതും CPU-വിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ ദിസ് ഈസ് നോൺ ആസ് ദ ബ്രെയിൻ ഓഫ് കമ്പ്യൂട്ടർ. നെക്സ്റ്റ് വൺ മോണിറ്റർ. ദിസ് ഹെൽപ്പ് us ടു സീ ഇൻ കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടറിലെ കാര്യങ്ങൾ നമ്മെ കാണാൻ സഹായിക്കുന്ന കമ്പ്യൂട്ടറിന്റെ ഭാഗമാണ് മോണിറ്റർ. ദിസ് ലുക്സ് ലൈക്ക് എ TV സ്ക്രീൻ. ഇത് നമുക്കൊരു TV സ്ക്രീൻ പോലെ നമ്മൾ തോന്നിപ്പിക്കും. ഇതിലാണ് പ്രധാനമായിട്ടും നമുക്ക് കാണാൻ പ്രധാന ഔട്ട്പുട്ടാണ് കമ്പ്യൂട്ടറിന്റെ ഒരു പ്രധാന ഔട്ട്പുട്ടാണ് നമുക്ക് കമ്പ്യൂട്ടറിൽ നിന്നും വിവരങ്ങൾ പുറത്തേക്ക് കാണാനുള്ള ഒരു ഉപകരണമാണ്, ഒരു ഡിവൈസ് ആണ് മോണിറ്റർ. തേർഡ് വൺ കീബോർഡ്. ദിസ് ഈസ് ആൻ ഇൻപുട്ട് ഡിവൈസ്. കമ്പ്യൂട്ടറിനുള്ളിലേക്ക് വിവരങ്ങൾ കൊടുക്കാൻ ഉപയോഗിക്കുന്ന, ടൈപ്പ് ചെയ്യാനും മറ്റു കാര്യങ്ങൾക്കും കമാൻഡുകൾ കൊടുക്കാനും ഉപയോഗിക്കുന്ന ഒരു ഇൻപുട്ട് ഡിവൈസ് ആണ് കീബോർഡ്. ഫോർത്ത് പാർട്ട് മൗസ്. ഇറ്റ്സ് ലുക്ക് ലൈക്ക് എ റാറ്റ്. ഇതൊരു എലിയെ പോലെ തോന്നിപ്പിക്കും. ഒരു വാലക്കുള്ള, നീണ്ട വാലക്കുള്ള ഒരു എലിയെ പോലെ നമുക്ക് തോന്നിക്കുന്ന കമ്പ്യൂട്ടറിന്റെ ഒരു ഉപകരണമാണ് മൗസ്. ദിസ് ഈസ് ഓൾസോ ആൻ ഇൻപുട്ട് ഡിവൈസ്. ഇതും കമ്പ്യൂട്ടറിനുള്ളിലേക്ക് വിവരങ്ങൾ നൽകാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ്. ഇതുപോലെ കമ്പ്യൂട്ടറിന്റെ കൂടെ ഉപയോഗിക്കുന്ന മറ്റു പല ഉപകരണങ്ങളുമുണ്ട്. There are so many other devices connecting with computer. This is printer to take print out of documents and others. ടൈപ്പ് ചെയ്ത കാര്യങ്ങളോ മറ്റൊക്കെ ആണെങ്കിൽ നമ്മുടെ ഡോക്യുമെന്റിന്റെയും മറ്റുമൊക്കെ പ്രിന്റ് ഔട്ട്, പുറത്തേക്ക് നമുക്ക് പ്രിന്റ് എടുക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് പ്രിന്റർ. കളർ പ്രിന്ററുകൾ ഉണ്ട്, അതുപോലെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പ്രിന്ററുകൾ ഉണ്ട്. വ്യത്യസ്തമായ ടെക്നോളജി നിർമ്മിച്ച വ്യത്യസ്ത തരത്തിലുള്ള പ്രിന്ററുകൾ ഉണ്ട്. ഈ അടുത്ത കാലത്തായി രംഗത്ത് വന്ന 3D പ്രിന്ററുകളും ഉണ്ട്. നെക്സ്റ്റ് ഡിവൈസ് സ്പീക്കർ. കമ്പ്യൂട്ടറിൽ നിന്നും സൗണ്ട്, പാട്ടുകൾ, പ്രസംഗങ്ങൾ, മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക്, മ്യൂസിക്കുകളെല്ലാം നമുക്ക് കേൾക്കാൻ നമ്മെ സഹായിക്കുന്ന കമ്പ്യൂട്ടറിന്റെ ഒരു ഉപകരണമാണ് സ്പീക്കർ. സ്പീക്കറും അതുപോലെ തന്നെ ഹെഡ്ഫോണും, തലയിൽ വെച്ച് ഉപയോഗിക്കുന്ന ഹെഡ്ഫോൺ, ചെവിയിൽ വെച്ച് ഉപയോഗിക്കുന്ന ഇയർഫോൺ, ഇവയെല്ലാം ഇതിന് സമാനമായ ഉപകരണങ്ങളാണ്. അതുപോലെ തന്നെ കമ്പ്യൂട്ടറുമായി കണക്ട് ചെയ്യുന്ന മറ്റു പല ഉപകരണങ്ങളുമുണ്ട്. നമ്മൾ ചെറിയ കുട്ടികളെന്ന നിലക്ക് ആ ഭാഗത്തേക്കൊന്നും പോകുന്നില്ല. ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് മറ്റൊരു കമ്പ്യൂട്ടറാണ്, ലാപ്ടോപ്പ് കമ്പ്യൂട്ടർ. ഇവിടെ ഒരു രസകരമായ സംഭവം എന്താണെന്ന് ചോദിച്ചാൽ, കമ്പ്യൂട്ടറിന്റെ CPUവും കീബോർഡും മൗസും മോണിറ്ററും ക്യാമറയും സ്പീക്കറും അതുപോലെ തന്നെ പവർ നൽകാൻ സഹായിക്കുന്ന ബാറ്ററി സംവിധാനങ്ങൾ അടങ്ങിയ UPS-ഉം എല്ലാം ഈ ഒരു കുഞ്ഞൻ ലാപ്ടോപ്പിൽ തന്നെ അടങ്ങിയിട്ടുണ്ട്. മുകൾ ഭാഗത്ത് ക്യാമറ ഉണ്ട്, അതുപോലെ കമ്പ്യൂട്ടറിന്റെ മോണിറ്റർ ഭാഗമുണ്ട്, അതുപോലെ സ്പീക്കർ ഉണ്ട്, പിന്നെ ടച്ച് പാഡ് ആയിട്ടുള്ള മൗസ് ഉണ്ട്, കീബോർഡും ഉണ്ട്. ഇതിന്റെ ഒക്കെ പുറമെ നമുക്ക് വേറെയും ഉപകരണങ്ങൾ, ഈ പറഞ്ഞ എല്ലാ ഉപകരണങ്ങളും, പ്രിന്റർ, അതുപോലെ തന്നെ സ്പീക്കർ, പിന്നെ കീബോർഡ്, മൗസ്, ഇതൊക്കെ USB ആയിട്ട് വീണ്ടും നമുക്ക് ആഡ് ചെയ്യാൻ ഇത്തരം ലാപ്ടോപ്പുകളിൽ സൗകര്യമുണ്ട്. ഇനി കമ്പ്യൂട്ടറിന്റെ മറ്റൊരു രൂപമാണ് നമ്മൾ ഈ കാണുന്ന ടാബ്ലറ്റ് കമ്പ്യൂട്ടറുകൾ. ഇതിന്റെ വളരെ വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇതിന്റെ മോണിറ്ററും സ്ക്രീനും ടച്ച് പാഡ്, മൗസ്, അതുപോലെ കീബോർഡ് എല്ലാം ഇതിന്റെ സ്ക്രീൻ തന്നെയാണ്. മോണിറ്ററിൽ നമുക്ക് കാണാൻ പറ്റും. ആ മോണിറ്ററിലൂടെ തന്നെ നമുക്ക് മൗസ് ആയിട്ട് വിവരങ്ങൾ അങ്ങോട്ട് കൊടുക്കാൻ പറ്റും. കീബോർഡ് പോലെ ടൈപ്പ് ചെയ്ത് വിവരങ്ങൾ കൈമാറാനും കഴിയും. ഈ സംവിധാനങ്ങളെല്ലാം നമുക്ക് ഈ ഒരു ടാബ്ലറ്റ് കമ്പ്യൂട്ടറിൽ അതിന്റെ സ്ക്രീനിൽ തന്നെ സജ്ജീകരിച്ചിട്ടുണ്ട്. ഓക്കെ.